Hi. Hi, Happy. How are you? Fine. Thanks for visiting Camp Splendor. Okay. Camp Splendor, I'll just take you around. This is a multi adventure campsite here at Trimurti Dam. Trimurti Dam. This is all part of actually Anamalai Hills, an extension of Western Ghats. So we have created adventure campsite here. So there is trekking here, kayaking. Then we got a jet ski, and you can see those. You got all the three elements: the hills, the woods, and the water together. So she's out on a trek very shortly from now. So have fun, Happy. Are you all my personal dream? Everything you know is in your mind. Are you all my personal dream? കുത്തി കീറും.
കുറച്ചെത്തിയിട്ടുണ്ട്, കുറേ കയറി ഇവിടെ എത്തി. കുറച്ചിപ്പോൾ ഒന്ന് നിൽക്കാനായിട്ടുണ്ട്, കിതച്ച് ഇതാ വല്ലാണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു മുള്ളമ്പന്നീരെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതേ ആ ഒരു മാനുണ്ട് പിന്നെ ഇതില്. പിന്നെ ഇവിടെ പാമ്പൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് ഇവര്. അപ്പോൾ ഞാനിവരെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കയറുമ്പോൾ വിചാരിച്ചാൽ ഇത്രയും കയറാനുണ്ടെന്ന്. ഇനിയാണ് കയറാനുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഇവർ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വരെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർ. അപ്പോൾ അവർ പിന്നാലെ പോകണം. അപ്പോൾ ഇവിടെ നല്ല ഭംഗിയില്ലേ ഇത്. മീനൊന്നുമില്ല എന്ന് പറയുന്നതിൽ. മീനൊക്കെ മീനുണ്ട്. മീനെന്തോ അവർ കൊടുത്തിരിക്കുക, അത്ര ലീസിന് കൊടുത്തിരിക്കുക. അപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് 2 പേരെ വിട്ടുന്നുണ്ട്. അവർ പിന്നാലെയാണ് ഞാൻ വെച്ച് പിടിക്കുന്നത് കേട്ടോ. അവരെ താങ്ങുണ്ട് എനിക്ക് നടന്നു പോകാനായിട്ട്. അപ്പോൾ കാണാം. ഇനി ഒന്നും കൂടെ പോയിട്ട് എന്താണെന്ന് നമുക്ക് കാണാം. ഇതിലേ കൂടെ കയറാം അല്ലേ? जस्ट इतना उल्लू थोड़ा और अंदर थोड़ा और आओ ना थोड़ा इधर बैठिए ഒരു മിനിറ്റ് അവിടെ ഇരുന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സംസാരിക്കാം. ഈ മല മൊത്തം ലെമൺ ഗ്രാസ് ആണ്. നല്ല സ്മെല്ലുണ്ട്. നമുക്ക് കോഫി ടീ ഒക്കെ ഉണ്ടാക്കില്ലേ, ലെമൺ ടീ ഒക്കെ ഉണ്ടാക്കില്ലേ. അപ്പോൾ അതേപോലെ ഇതിട്ടിട്ട് ടീ ഉണ്ടാക്കും. വീഴൂട്ടാ ഉണ്ടാക്കി. അപ്പോൾ വേണ്ട നല്ല മണമുണ്ട്. ഇത് ഫുള്ള് പൂട്ട് നിൽക്കുന്നുണ്ട് നിറയെ. ഇനി ഞാൻ കയറാൻ പോവാ. ഡ്രസ്സിലൊന്നും ഇതിന് അനുസരിച്ചല്ല ഇട്ടത്. ഷൂ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് There are 3 types of rocks. So one is igneous rocks, which are also known as mother rocks. The other one is metamorphic rocks. Now all the existing rocks are metamorphic rocks. And then the third one is sedimentary rocks. Sedimentary rocks matlab the rocks which have been settled on the river banks. So and there are so many lines you can find in this between rocks. So they're also known as gap filling rock or veinings of rocks. How does they occur is, like when the first volcano comes, it can be the mixture of sand and mud. So the elements will be different. And when the veins comes, it will be like second or third wave. So at that time what happens, the veining rock will be more thicker than the first rock. So what happens, so in these rocks only we get all these granites and ഗ്രാനൈറ്റ് ഒക്കെ ഇതിന്നല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ കയറാൻ പോകുന്ന മലയുണ്ടല്ലോ, ആ മലയിലേക്ക് കയറുമ്പോൾ അതിന് മുമ്പ് ഈ റോക്സ് ചെക്ക് ചെയ്യും. ഈ റോക്സിൻ്റെ ഏത് ടൈപ്പ് എന്ന് ചെക്ക് ചെയ്യും, എന്നിട്ടാണ് കയറുക അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൽ നമ്മുടെ ഇവിടെ ഈ നോർമലി റോക്സിൽ കാണപ്പെടുന്ന ഒരു 2 തരം വെതറിങ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് പീലിംഗ് വെതറിങ്. പീലിംഗ് വെതറിങ് എന്ന് പറഞ്ഞാൽ ഒരു പോർഷൻ ഓഫ് റോക്ക് മദർ റോക്കിൽ നിന്ന് വേറിട്ട് പോകുന്നു, അടർന്നു പോകും. ഇന്നൊരെണ്ണം വന്ന് ഗ്രൈൻഡിങ് വെതറിങ്. ഗ്രൈൻഡിങ് വെതറിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മഴ വരുമ്പോൾ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ കുറേ ചെറിയ ചരലിൽ ചെറിയ മണൽ പോലത്തെ കല്ല് അത് വന്ന് സെറ്റിലാവും. ആ സെറ്റിലാകുന്ന സ്ഥലത്ത് വിൻഡായിരിക്കാം, ചിലപ്പോൾ വരുന്ന വെള്ളമായിരിക്കും. ഇത് രണ്ടും കൂടെ ചേർന്ന് ഇത് ഗ്രൈൻഡ് ചെയ്യും. കുഴിയായിട്ട് അകത്തേക്ക് അതാണ് ഗ്രൈൻഡിങ് വെതറിങ്. അതിന് ഉള്ളിലൊക്കെ കുഴികൾ വന്നിട്ട് മഴവെള്ളം കെട്ടി നിന്നിട്ട് അവിടെയൊക്കെ ലേക്ക് പോലെ ആവണത് പലയുടെ മുകളിൽ അല്ലേ? ഓക്കെ ശരി, താങ്ക്സ്. Everything you know is in your mind.
ഇവര് കാടൊക്കെ വെട്ടി തെളിച്ച് വഴി ഉണ്ടാക്കി തന്നിട്ട് ഞാനിങ്ങനെ ഇവരെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ എത്തിയപ്പോൾ ഇത്തിരി വെള്ളം തന്നു. ഞാൻ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നില്ല. Are you all my personal dreams? ഹലോ ഇതോ ഇത് നോക്കിയേ, ഇത് 360 ഡിഗ്രി വ്യൂ ആണ്. അതായത് നമ്മൾ റൗണ്ട് ശരിക്ക് ഇറങ്ങി ഇവിടെ എത്തിയാലും കാഴ്ചകൾ തന്നെയാണ്, ഒന്നും നമുക്ക് കളയാനില്ല. എല്ലാം നല്ല ഭംഗിയുള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഇത് എവിടെ ഇരിക്കണെന്നുള്ളത് മനസ്സിലാവുണ്ടല്ലോ. ഇപ്പം നല്ല ടോപ്പിലാണ്, നല്ല വ്യൂസാണ് മുകളിൽ. ഞാൻ നന്നായിട്ട് കിതച്ചു ഞാനിവിടെ എത്തിയപ്പോൾ, പക്ഷേ അതൊക്കെ മറന്നു കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോൾ കണ്ട ഒരു സൈഡിൽ മുഴുവനും തെങ്ങ് കൃഷി ചെയ്തിട്ടുണ്ട്. കണ്ട എന്ത് ഭംഗിയാന്ന് നോക്കിയേ. കേരളം എന്ന് പറയുമ്പോൾ കേരവൃക്ഷങ്ങളുടെ നാടെന്ന് പറയും, പക്ഷെ ഇത് തമിഴ്നാടാണ്. തമിഴ്നാട് ഇപ്പോൾ ഏറ്റവും അധികം കേരവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ്. കാണണമെങ്കിൽ ഇങ്ങോട്ട് വരണം. അപ്പോൾ ഇത് പൊള്ളാച്ചി ബെൽറ്റാണ്. അപ്പോൾ നോക്കുക, ഈ അറ്റം നിന്ന് തുടങ്ങിയാൽ തെങ്ങ് കൃഷി ചെയ്തിട്ടുള്ളത് ഈ അറ്റം വരെ, ആ അറ്റത്തുനിന്ന് റൗണ്ട് നമ്മൾ ഈ അറ്റം വരെ എത്തിയാലും തെങ്ങ് തന്നെയാണ് കൃഷി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് നോക്കിയാൽ എത്ര നല്ല ഗ്രോത്താണ് കാണുന്നത്. ഒന്നിനൊരു കേടൊന്നുമില്ല, നല്ല മാതിരി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്ക് കരിക്കും നാളികേരമൊക്കെ നമ്മളെ നാട്ടിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലിപ്പോൾ നാളികേരത്തിന് ക്ഷാമമായി തുടങ്ങി. അപ്പോൾ ഒന്ന് കാണാൻ കണ്ടുപിടിക്കുക. അവർ നന്നായിട്ട് കൃഷി ചെയ്യും, നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്. കണ്ട എന്ത് ഭംഗിയാന്നൊക്കെ തെങ്ങ് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ. കണ്ട ഇതാണ് ഡാം. ഞാൻ കീഴടക്കി. അപ്പോൾ ഇത്രയും ചേർന്നിട്ട് ഈ മലയൊക്കെ ഇവിടെ കയറി ഇവിടെ എത്തിയപ്പോഴത്തെ എൻ്റെ സന്തോഷം. അപ്പം ഈ എവറസ്റ്റൊക്കെ കയറുന്നവരെ കാര്യമൊന്നും ആഴ്ചക്ക് ഇവരൊക്കെ കയറുന്നവരാട്ടാ. അപ്പോൾ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഭയങ്കര റിസ്ക്കിയാണ് എനിക്ക്, കാരണം എക്സസൈസ് ഒന്നും ഇല്ലല്ലോ, മടിയായിട്ട് വീട്ടിലിങ്ങനെ ഇരുന്നിട്ടേ. അപ്പോൾ ഇതിനായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് ദിവസമൊക്കെ ഒന്ന് പരിശ്രമിച്ചാണ്. ഇപ്പം ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഇറങ്ങണമെന്ന് ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത്. ഇനി ഇതേപോലെ ഒന്ന് ഇറങ്ങണം. ഇതാ നോക്കി, എല്ലാം നോക്കി. നമ്മൾ അവിടേക്ക് ഞാനിതൊക്കെ ഇറങ്ങിയിട്ട് എത്തണം. കണ്ടോ, അതാണ് ക്യാമ്പസ്. നമുക്ക് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ട്, അതൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് തന്നെ ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒന്ന് വരണമെന്ന് തോന്നിയാൽ ഇങ്ങോട്ട് വരാം. കുറച്ച് റൂംസേ ഉള്ളൂ, അവിടെ ബുക്ക് ചെയ്യുക, നിങ്ങൾ വരിക, ഇവർ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. ഇതേപോലെ ട്രക്കിങ്ങൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കുക. ശരിക്കും ഒറിജിനലായിട്ട്, ഒന്നും ആർട്ടിഫിഷ്യലായിട്ടില്ല, എല്ലാം ഒറിജിനലാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ അതിൻ്റെ മുകളിലേക്കൊക്കെ ഇങ്ങനെ കയറി ഇവിടെ എത്തി. ഇനി ഈ കാഴ്ച ഒരു ഭയങ്കര രസമുള്ള കാഴ്ചയാണ്. നമ്മൾ മുകളിൽ നിന്നിട്ട് ഈ വ്യൂ കാണുമ്പോൾ ആ കയറിയ ക്ഷീണമൊക്കെ അങ്ങോട്ട് മാറും നമ്മൾ മുകളിലെത്തിയിട്ട് ഇത് കാണുമ്പോൾ. അപ്പോൾ ഇതൊക്കെ ഒന്നും നിങ്ങൾ ആസ്വദിക്കുക, വീട്ടിൽ ചടഞ്ഞു കൂടിയിരിക്കാതെ ഇടയ്ക്കൊക്കെ ഒരു ചെറിയ യാത്രയൊക്കെ നിങ്ങൾക്ക് ആവട്ടെ. ഞാൻ പറയണമെന്ന് വെച്ചാൽ വീട്ടിലിരിക്കുന്നവരുള്ള കുറേ പിള്ളേരുണ്ട്, അവരൊക്കെ ഇങ്ങോട്ട് എത്തുന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് കൂടിയിട്ട് ഞാനിത് കാണിച്ചു തരണം. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ വരിക, ഇങ്ങനെ ചെയ്യുക. ഒരു 1-2 ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യുക. 6000 ആണ് റെൻറ്റ് വരിക. അപ്പോൾ അത് നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് അതൊന്നും ഒരു കുഴപ്പമില്ല, നിങ്ങളിവിടെ ആസ്വദിക്കാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ ഒന്ന് വരാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇറങ്ങുന്ന കാര്യങ്ങളൊന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതെങ്ങനെ ഇറങ്ങും എന്നുള്ളത്. അപ്പോൾ ഞാനൊന്ന് ഇറങ്ങട്ടെ. ഇപ്പോൾ സെക്കൻഡ് എൻ്റെ സ്വന്തമായിട്ട് ഞാൻ തനിയെ എഡിറ്റ് ചെയ്ത് തനിയെ തന്നെ ഷൂട്ട് ചെയ്ത്, ഇപ്പോൾ ഇതിന് എന്നെ ഹെൽപ്പ് ചെയ്യേണ്ടവർ അങ്ങനെ ചെയ്തിട്ട് ഇറക്കുന്ന വീഡിയോസാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിത് ഇറങ്ങാനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ബൈ, ഞാൻ ഇറങ്ങിയിട്ട് പിന്നെ പറയാം. ഇതില്ലേ മാം, ഇതിനെ ഡോൾമെൻസ് എന്ന് പറയും.
ഇതിനെ നമ്മൾ ഡോൾമെൻസ് എന്ന് പറയും. ഡോൾമെൻസ് എന്ന് വെച്ചാൽ ഒരു സ്ട്രക്ചറാണ് പ്രീ ഹിസ്റ്റോറിക് ആയിട്ട്. അപ്പോൾ ഒരു 3500-4000 വർഷത്തിന് മുന്നേ ആ ഒരു ഗ്യാപ്പിൽ ജീവിച്ചിരുന്ന മക്കൾ ഒരു സ്ഥലത്ത് നിന്ന് ഇന്നൊരു സ്ഥലത്തേക്ക് പോയാണ് ഭക്ഷണത്തിന് വേണ്ടി ഭക്ഷണം അന്വേഷിക്കുന്നത്. അപ്പം അങ്ങനെ അന്വേഷിച്ച് പോകാൻ നേരത്ത് അവരുടെ കൂടെ ഒരുപാട് വയസ്സായുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഇവിടെ വിട്ടേച്ചും പോകും. ഇത് 4 കല്ല് കൊണ്ട് ഉണ്ടാക്കുന്നത്. 2 കല്ല് സൈഡില്, 1 കല്ല് പുറകില്, 1 കല്ല് മുകളില്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അവരിവിടെ വിട്ടേച്ചും പോകും. കുറച്ച് വെള്ളവും കുറച്ച് ഭക്ഷണമൊക്കെ കൊടുക്കും. അപ്പൊ ഇവര് മരിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവരുടെ മാംസങ്ങളൊക്കെ പക്ഷികളൊക്കെ കഴിച്ചിട്ട് ബാക്കി എല്ലുകൾ ഇവിടെ ഉണ്ടാവും. ആ എല്ല് അവർ കളക്ട് ചെയ്ത് അവരുടെ വില്ലേജ്, അവരെവിടെയാണ് താമസിക്കുന്നത്, അവിടെ ചെന്ന് അവരുടെ ആചാരപ്രകാരം അവിടെ ബറി ചെയ്യും. ഈശ്വര, അപ്പം അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇതല്ലേ? അപ്പം ഞാനിങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇതേ എത്തി. കുഴപ്പമില്ല, നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിവിടെ ട്രൈ ചെയ്യാം കേട്ടോ. ബാക്കി ഡീറ്റെയിൽസ് ഞാനിന്ന് ഫ്രണ്ടിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വരും കേട്ടോ. ഞാൻ kayaking ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ രാവിലെ ഒരു 6 മണിക്ക് ഇറങ്ങിയതാ. നല്ലൊരു എക്സ്പീരിയൻസ് കേട്ടോ. ഇത് ബാക്കിൽ കണ്ടോ, ഇത് ഡാമാണ് കണ്ടോ. അപ്പോൾ ഇതിൽ രാവിലെ ഇതിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് ഇറങ്ങിയതാ. ഇന്നലെ നമ്മൾ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ന് ഇതിനെ ഇറങ്ങിയത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു എക്സ്പീരിയൻസ് കാണാൻ ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്നും നിലനിൽക്കും. നമ്മൾ ഇന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ കഴിയുന്നത്ര ഇതൊക്കെ എൻജോയ് ചെയ്യുക. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. Are you all my personal Everything you know is in your mind. ഓക്കെ, ഞാനിത് ഇങ്ങനെ കാര്യം ചെയ്തു. Okay, this is the kayaking experience at Camp Splendor. Trimurti Dam is a location. You can see the kayaks approaching. Shyam is a trainer. He's coming through the trees. The water level is fairly good now. And you can see Happy, after a kayaking experience. How was it? നന്നായിരുന്നു. അപ്പോൾ കയാക്കിംഗ് ടെക്നിക്സ് പഠിച്ചു ഓൾറെഡി അല്ലേ? ഓക്കെ. This is a double-seater kayak. Sit-on-top kayak എന്ന് പറയും ഇതിന്. വളരെ ഈസി ടു ഹാൻഡിൽ. ആൻഡ് ഒരു 10 minutes ഓഫ് ട്രെയിനിങ് അത്രയേ വേണ്ടൂ. അത് കഴിഞ്ഞാൽ പുട്ട് യുവർ ലൈഫ് ജാക്കറ്റ് ഓൺ ആൻഡ് യു ക്യാൻ കീപ് ഡൂയിങ് ഇറ്റ്. ഓക്കെ, താങ്ക് യു.
ആണ്. അവൻ കുറേ നേരം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ കറങ്ങി അടിച്ച് കണ്ടില്ലേ, ഒന്ന് ചെറുതായിട്ടൊന്ന് വീഴൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല കുസൃതിയുള്ളൊരു കുട്ടിയാണ്. ഞാൻ പോരുമ്പോൾ അവരോട് ചോദിച്ചു എനിക്ക് ഇവനെ കൂട്ടിക്കോട്ടേന്ന്. സാറിൻ്റെ കുറേ ഫോട്ടോസും അർജുന അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. മൂപ്പരുടെ എല്ലാ ഇതുകളും അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ. അപ്പോൾ അല്ലാതെ എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ സാറിൻ്റെയാണ്. അപ്പോൾ അവിടുന്ന് ഈ 2 ദിവസം ഞങ്ങൾക്ക് നല്ല ഹൃദ്യമായ പെരുമാറ്റമാണ് അവരുടെ ആയിരുന്നത്. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ഞങ്ങളുടെ പിറകെ നിന്ന് എല്ലാതും, എനിക്ക് ഇതൊന്നും അറിയില്ലല്ലോ, എൻ്റെ പിന്നിൽ നിന്നിട്ട് സാറ് അവർക്കൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് അതൊക്കെ ചെയ്തു. മാം ആയാലും അങ്ങനെ തന്നെ. തലേദിവസത്തെ പാട്ട് മറക്കില്ല ഞാൻ ജീവിതത്തിൽ കേട്ടോ. നല്ല പാട്ടായിരുന്നു. മനീഷും മാമും കൂടി പാടി. പിന്നെ മനീഷിൻ്റെ ഡാൻസ് അതൊക്കെ ആയിട്ട് എങ്ങനെ 2 ദിവസം പോയെന്നറിയില്ല. കുറേ ദിവസത്തെ പഴക്കമുള്ള പോലെ പരിചയം. ഒക്കെ എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ നമുക്കും പിരിയാറായി. ഇനി അടുത്ത യാത്രയിൽ നമുക്ക് വീണ്ടും കാണാം. എനിക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.